ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ചോദ്യാവലിയിലെ 29ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനത്തിൽ തീ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, ഉടനെ വാഹനം റോഡിൻ്റെ വശത്തേക്ക് മാറ്റുക. എഞ്ചിനും എല്ലാ ഇലക്ട്രിക്കൽ സ്വിച്ചുകളും ഓഫാക്കി എല്ലാ യാത്രക്കാരെയും ഇറക്കി നിർത്തി മണലോ അല്ലെങ്കിൽ കട്ടിയുള്ളതോ ആയ തുണി കൊണ്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ബി, ഉടനെ വാഹനം റോഡിൻ്റെ വശത്തേക്ക് മാറ്റുക. എൻജിൻ ഓഫ് ചെയ്യുക. എല്ലാ ഇലക്ട്രിക്കൽ സ്വിച്ചുകളും കത്തുന്ന വയറുകളും വെള്ളമൊഴിച്ച് തീ കെടുത്തുക. ഓപ്ഷൻ സി, അഗ്നിശമന സേനയെ വിളിക്കുകയല്ലാതെ ഒന്നും ചെയ്യരുത്. ഓപ്ഷൻ ഡി, അഗ്നിശമന സേന വരുന്നത് വരെ വാഹനം റോഡിൽ ഇടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഉടനെ വാഹനം റോഡിൻ്റെ വശത്തേക്ക് മാറ്റുക. എഞ്ചിനും എല്ലാ ഇലക്ട്രിക്കൽ സ്വിച്ചുകളും ഓഫാക്കി എല്ലാ യാത്രക്കാരെയും ഇറക്കി നിർത്തി മണലോ അല്ലെങ്കിൽ കട്ടിയുള്ളതോ ആയ തുണി കൊണ്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആവശ്യത്തിലധികം സമയം ക്ലച്ചിൽ കാൽ വെച്ച് വാഹനം ഓടിക്കരുത്. കാരണമെന്ത്? ഓപ്ഷൻ എ, വാഹനത്തിൻ്റെ നിയന്ത്രണം കുറയ്ക്കുന്നു. ഓപ്ഷൻ ബി, പെട്ടെന്ന് ക്ലച്ച് തേയ്മാനം സംഭവിക്കുന്നു. ഓപ്ഷൻ സി, ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഹനത്തിൻ്റെ ചോക്കിൻ്റെ ചുമതല എന്താണ്? ഓപ്ഷൻ എ, എയർ ഇന്ധന മിശ്രിതത്തിൽ ഇന്ധനത്തിൻ്റെ അളവ് കൂട്ടുക. ഓപ്ഷൻ ബി, എയർ ഇന്ധന മിശ്രിതത്തിൽ വായുവിൻ്റെ അളവ് കൂട്ടുക. ഓപ്ഷൻ സി, വായു ഇന്ധന മിശ്രിതത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കുക. ഓപ്ഷൻ ഡി, വായു സമ്മർദ്ദം കൂട്ടുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എയർ ഇന്ധന മിശ്രിതത്തിൽ ഇന്ധനത്തിൻ്റെ അളവ് കൂട്ടുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ, മറ്റൊരു വ്യക്തിയുടെ പരിക്ക്. ഓപ്ഷൻ ബി, മറ്റൊരാളുടെ വസ്തുവകകൾക്കുള്ള നാശനഷ്ടങ്ങൾ. ഓപ്ഷൻ സി, മറ്റ് വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കനത്ത മഴയ്ക്ക് ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ദൂരം വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ എ, വലിയ കുഴികൾ കാണാൻ കഴിയില്ല. ഓപ്ഷൻ ബി, ബ്രേക്കുകൾ നനഞ്ഞതിനാൽ തെന്നിപ്പോകുന്നു. ഓപ്ഷൻ സി, ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവാണ്. ഓപ്ഷൻ ഡി, വിൻഡ്സ്ക്രീനിലെ വെള്ളം നിങ്ങളുടെ മുന്നിലുള്ള റോഡിൻ്റെ കാഴ്ചയെ മറയ്ക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ഡാഷ് ആകുമെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഓപ്ഷൻ എ, സുരക്ഷിതമായ രീതിയിലാണെന്ന്. ഓപ്ഷൻ ബി, എളുപ്പത്തിൽ കയറ്റാം. ഓപ്ഷൻ സി, കേടുപാടുകൾ വരുത്തരുത്. ഓപ്ഷൻ ഡി, വാഹനത്തിന് കേടുപാടുകൾ വരുത്തരുത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സുരക്ഷിതമായ രീതിയിലാണെന്ന്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാൽനട യാത്രക്കാരൻ റോഡിൽ വെളുത്ത വടിയുമായി നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഓപ്ഷൻ എ, ഭിന്നശേഷിക്കാരൻ. ഓപ്ഷൻ ബി, ബധിരൻ. ഓപ്ഷൻ സി, പ്രായമായവർ. ഓപ്ഷൻ ഡി, അന്ധൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അന്ധൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് സമയത്ത് നിങ്ങൾ റോഡ് പണി നടക്കുന്നതായും ഒരു താൽക്കാലിക പരമാവധി വേഗ പരിധി അടയാളം കാണുകയും ചെയ്താൽ നിങ്ങൾ ഓപ്ഷൻ എ, പ്രവൃത്തി ദിവസത്തിൽ അടയാളം പാലിക്കുക. ഓപ്ഷൻ ബി, എല്ലാ സമയത്തും അടയാളം പാലിക്കുക. ഓപ്ഷൻ സി, പാതകൾ ഇടുങ്ങിയതാണെങ്കിൽ അടയാളം പാലിക്കുക. ഓപ്ഷൻ ഡി, രാത്രി സമയങ്ങളിൽ അടയാളം പാലിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലാ സമയത്തും അടയാളം പാലിക്കുക. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ട്രെയിലർ മറികടക്കുന്നത് കാർ കടന്നു പോകുന്നതിനേക്കാൾ അപകട സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ട്രെയിലറുകൾ കാറുകളേക്കാൾ നീളമുള്ളതാണ്. ഓപ്ഷൻ ബി, ട്രെയിലറുകൾ പെട്ടെന്ന് സ്പീഡ് കൂടിയേക്കാം. ഓപ്ഷൻ സി, ട്രെയിലറുകളുടെ ബ്രേക്കുകൾ അത്ര മികച്ചതല്ല. ഓപ്ഷൻ ഡി, ട്രെയിലറുകൾ കൂടുതൽ സാവധാനത്തിൽ കുന്നുകൾ കയറുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രെയിലറുകൾ കാറുകളേക്കാൾ നീളമുള്ളതാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഡ്രൈവർ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻ എ, രജിസ്ട്രേഷൻ നമ്പർ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഓപ്ഷൻ ബി, ടയറിൻ്റെ പ്രഷർ, വീൽ നട്ട് എന്നിവ ശരിയായ രീതിയിലാണെന്ന്. ഓപ്ഷൻ സി, ഇന്ധനം, കൂളന്റ് അല്ലെങ്കിൽ ഓയിൽ ചോർച്ച എന്നിവ പരിശോധിക്കുക. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഓപ്ഷൻ എ, റോഡിൻ്റെ അവസ്ഥയും കാലാവസ്ഥയും. ഓപ്ഷൻ ബി, വാഹനത്തിൻ്റെ
ട്രാഫിക് അവസ്ഥയും. ഓപ്ഷൻ സി നിങ്ങളുടെ സ്വന്തം കഴിവും ഏകാഗ്രതയും. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, മറ്റൊരു വാഹനം നിങ്ങളുടെ വാഹനത്തെ മറികടക്കുമ്പോൾ നിങ്ങൾ ഡാഷ് ചെയ്യരുത്. ഓപ്ഷൻ എ ഇൻഡിക്കേറ്റർ ഇടണം. ഓപ്ഷൻ ബി നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം. ഓപ്ഷൻ സി ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം. 13ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനത്തിൽ അമിതഭാരം ഇല്ലെന്ന് ഉറപ്പാക്കാൻ ആരാണ് ഉത്തരവാദി? ഓപ്ഷൻ എ യാത്രക്കാർ. ഓപ്ഷൻ ബി ലോഡ് കയറ്റുന്ന ആൾ. ഓപ്ഷൻ സി വാഹനത്തിൻ്റെ ഡ്രൈവർ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വാഹനത്തിൻ്റെ ഡ്രൈവർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നു പോകുമ്പോൾ താഴെ പറയുന്ന ഏത് റോഡ് ഉപയോക്താവിന് അപകട സാധ്യതയുള്ളത്? ഓപ്ഷൻ എ സൈക്കിൾ യാത്രക്കാർ. ഓപ്ഷൻ ബി കാൽനട യാത്രക്കാർ. ഓപ്ഷൻ സി ഇരുചക്ര വാഹന യാത്രകൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, കനത്ത മഴയിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റിയറിംഗ് പെട്ടെന്ന് ഫ്രീയായി അനുഭവപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? ഓപ്ഷൻ എ വാഹനം റോഡിൻ്റെ വശത്തേക്ക് ഓടിക്കുക. ഓപ്ഷൻ ബി വാഹനം മൃദുവായി ആക്സിലറേഷൻ ചെയ്യുക. ഓപ്ഷൻ സി വേഗത കുറയ്ക്കാൻ ശക്തമായി ബ്രേക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ ആക്സിലറേഷൻ നിർത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഹനത്തിൻ്റെ ആക്സിലറേഷൻ നിർത്തുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, നനഞ്ഞ റോഡിലൂടെ നിങ്ങൾ ഒരു വലിയ വാഹനത്തെ പിന്തുടരുമ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ വെള്ളത്തിൻ്റെ സ്പ്രേ കാരണമായി നിങ്ങളുടെ കാഴ്ച മറയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ നിങ്ങൾ നന്നായി കാണാൻ കഴിയുന്നത് വരെ വാഹനം പുറകിലേക്ക് ആക്കുക. ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ പൂർണ്ണ വെളിച്ചത്തിൽ ഇടുക. ഓപ്ഷൻ സി വലിയ വാഹനത്തിലേക്ക് ചേർത്ത് വാഹനം വെള്ളത്തിൻ്റെ സ്പ്രേ അടിക്കാത്ത രൂപത്തിൽ വാഹനം ഓടിക്കുക. ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ വേഗത കൂട്ടുകയും വേഗത്തിൽ മറികടക്കുകയും ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നത് വരെ വാഹനം പുറകിലേക്ക് ആക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ മൂടൽ മഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് നന്നായി അകലം പാലിക്കേണ്ടത്? ഓപ്ഷൻ എ പെട്ടെന്ന് ദിശ മാറുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ. ഓപ്ഷൻ ബി ഫോഗ് ലൈറ്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ. ഓപ്ഷൻ സി വാഹനം പെട്ടെന്ന് നിർത്തുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ. ഓപ്ഷൻ ഡി ബ്രേക്ക് ലൈറ്റുകൾ സദാ കത്തുന്ന സാഹചര്യത്തിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വാഹനം പെട്ടെന്ന് നിർത്തുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, വായു മലിനീകരണം ദോഷമുണ്ടാക്കുന്നത് ഡാഷ്. ഓപ്ഷൻ എ മനുഷ്യർക്ക്. ഓപ്ഷൻ ബി സസ്യങ്ങൾക്ക്. ഓപ്ഷൻ സി മൃഗങ്ങൾക്ക്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനത്തിൻ്റെ വീലുകൾ ശരിയായി ബാലൻസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ വാഹനം വലത്തോട്ട് വലിച്ചു പോകും. ഓപ്ഷൻ ബി വാഹനം ഇടത്തോട്ട് വലിച്ചു പോകും. ഓപ്ഷൻ സി സ്റ്റിയറിംഗ് വീൽ വൈബ്രേഷൻ ആകും. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റിയറിംഗ് വീൽ വൈബ്രേഷൻ ആകും. 20ാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഒരു ഡ്രൈവർ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റൊരാൾക്ക് വായ്പയായി നൽകേണ്ടത്? ഓപ്ഷൻ എ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത്. ഓപ്ഷൻ ബി ഒരു സമയത്തും നൽകാൻ പാടില്ല. ഓപ്ഷൻ സി ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി. ഓപ്ഷൻ ഡി ആ വ്യക്തിയെ അദ്ദേഹത്തിന് നന്നായി അറിയാമെങ്കിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു സമയത്തും നൽകാൻ പാടില്ല. 29ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റഡ് ആണ്. 30ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.